കാന്തപുരം അടുത്തൊരു വിവാദ പ്രസ്താവനയായിട്ടാണ് വന്നിട്ടുള്ളത്. വിവാദം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകൾ റോഡിൽ ഇറങ്ങി നൃത്തം ചെയ്യാൻ പാടില്ല. കാരണം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മുസ്ലിം ലീഗിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ ഈ സംഘടനകളിലെ സ്ത്രീകളൊക്കെ റോഡിലിറങ്ങി കൈകൊട്ടി പ്രകടനത്തിനൊക്കെ പോകുന്നതും അവർ റോഡിലിറങ്ങി സന്തോഷ പ്രകടനം കാഴ്ചവെക്കുന്നതും ഇതെല്ലാം മതത്തിനെതിരാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മതത്തിനെതിരാണോ ഇത്തരത്തിലുള്ള നൃത്തങ്ങൾ? ഇത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഇത്തരത്തിലുള്ള മുസ്ലിം സ്ത്രീകൾ ഈ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ അവരിൽ പലരും വിജയിച്ചു കയറുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ചുള്ള വസ്ത്രധാരണ രീതിയിലോടുകൂടിയൊക്കെ പോകുന്ന കുറെ സ്ത്രീകൾ. പക്ഷേ അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നതിന് ഇപ്പൊ നമ്മുടെ കാലം മാറി, ഒരുപാട് മാറി. ഇതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ കാന്തപുരം മാത്രമല്ല ആരാണെങ്കിലും അവർ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് ഇവർ കാണുമ്പോഴല്ലേ ഇപ്പോൾ ഏതൊരു വിഷയമാണെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല വാർത്തകളും നിങ്ങൾ എന്തിനാ ഇതിടുന്നത്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്തിനാ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ചെയ്യുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇസ്ലാം മതവിശ്വാസം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പല സദാചാര കണ്ണുകളോട് നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകൾ. അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ നോക്കണ്ട. ഇപ്പം കാലം മാറി. അവര് ഇപ്പം പെൺകുട്ടി ആയതുകൊണ്ട് വീട്ടിൽ അടച്ചിരിക്കണം എന്ന് പറയുന്നിടത്ത് അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും പ്രകടനങ്ങൾക്ക് ഇറക്കും, എല്ലാവരും മുദ്രാവാക്യം വിളിക്കും. ഈ സ്ഥാനാർത്ഥിയായി വരുന്നവർക്ക് സ്ത്രീകൾക്ക് വരാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ മുസ്ലിം സ്ത്രീകൾ വന്നുകൂടാ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അല്ല, റോഡിലേക്ക് സ്ത്രീകൾ ഇറങ്ങുമ്പോഴാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പക്ഷെ അതേസമയം തന്നെ പുരുഷന്മാർ എത്രത്തോളം ആളുകൾ ആ റോഡിൽ ഇറങ്ങി പരസ്യമായിട്ട് നൃത്തം ചെയ്യുന്നതും പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ പുരുഷന്മാർ കാന്തപുരത്തിന്റെ വിഷയവും അദ്ദേഹം പറയുന്നതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, പുരുഷന്മാർ ഇറങ്ങി കളിക്കുന്നത് പോലെ സ്ത്രീകൾ കളിക്കരുത്. അന്യ പുരുഷന്മാർ കളിക്കുന്ന ആ ഒരു അത്രയും പൊതു ഇടത്ത് പോയി സ്ത്രീകൾ ഇത്തരത്തിൽ പ്രകടനത്തിന് സന്തോഷം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മുസ്ലിം മതവികാരത്തിന് നമ്മൾ മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് അന്യ പുരുഷന്മാരുടെ മുൻപിൽ അതായത് തലമുടി കാണിക്കാൻ പാടില്ല, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല, എന്തിനധികം പുരുഷന്മാരുടെ മുൻപിൽ പോയി നിൽക്കാൻ പോലും പാടില്ല. സ്ത്രീകൾ മുഴുവൻ മറച്ചിട്ട് പർദ്ദയും ഇട്ട് നടക്കുന്ന എത്രയോ സ്ത്രീകൾ ആ വീഡിയോകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തെ അസഹിഷ്ണുത? അത് മാത്രമല്ല, ഈ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോ എല്ലാവരും ഇപ്പോൾ എല്ലാ സ്ത്രീകളും ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മത്സരിക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് സ്ത്രീകളാണ് ഇന്ന് കൂടുതലും മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതില് മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല, ഒരു ജാതിമത ഭേദമന്യേ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഇറങ്ങി വരുമ്പോൾ സ്ത്രീകൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വാർഡിലേക്ക് ഒരുപാട് സ്ത്രീകൾ വോട്ട് ചോദിക്കാനായി പോകുന്നു. അവര് വിജയിച്ചതിന് ശേഷം അവർ നൃത്തം വയ്ക്കുന്നു, അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ അവർ ചിലപ്പോൾ അവരെ കൂടെ നിൽക്കുന്ന സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നു. ഇത് ഒരു സദാചാര കണ്ണുകളോടും മാത്രം കാണുമ്പോൾ മാത്രമാണ് ഈ പെണ്ണുങ്ങൾക്കൊന്നും വേറെ പണിയില്ല, ഇവർക്കൊക്കെ വീട്ടിൽ പോയി ഇരുന്നൂടെ എന്ന് ചോദിക്കുന്ന. ഇതൊക്കെ വിശ്വാസവും ഈ രാഷ്ട്രീയവും കൂട്ടിക്കൊടുക്കുമ്പോഴാണ് പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, അവരതനുസരിച്ച് ജീവിച്ചോട്ടെ. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ രീതികളിലൂടെ കൈ കടത്താതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ കാന്തപുരം സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ലേ? അതെ, വിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ കാന്തപുരത്തെ പോലുള്ള ആളുകള് വിശ്വാസമായിട്ട് മുന്നോട്ട് പോകണം, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നിൽക്കരുത്. ഇത് രാഷ്ട്രീയ നീക്കങ്ങളെയും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കാം, അത് ഓരോരുടെ. ഇപ്പോ നമ്മൾ ഈ പറയുന്ന മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് എല്ലാവരും ജീവിക്കണമെന്ന് കടംപിടുത്തം പിടിക്കുന്നത് നമുക്ക് യോജിക്കാൻ സാധിക്കും. പലരും അതിന് അവരുടേതായ താല്പര്യങ്ങളും. അല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കാന്തപുരം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെ, അതായത് രാഷ്ട്രം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. അങ്ങനെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ഒരു സ്ത്രീക്കും പുരുഷനും ഭരണഘടന നൽകുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഭരണഘടന നൽകുന്നൊരു അവകാശങ്ങളാണ്. ആ അവകാശങ്ങളെ മാനിക്കാൻ പഠിക്കണം. അതാണ് ഭരണഘടനാപരമായിട്ട് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ കാന്തപുരത്തെ പോലുള്ള ആളുകൾ രാഷ്ട്രീയപരമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവർ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം, ഇവിടെ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ടെന്നും ആ ഭരണഘടന പ്രകാരം ഒരു സ്ത്രീക്കും പുരുഷനും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളെ മാനിക്കാനും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനും പഠിക്കണം. അല്ലാതെ ഇപ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ആ അവകാശങ്ങളൊന്നും വേണ്ട, അവർ റോഡിലിറങ്ങണ്ട, ഡാൻസ് കളിക്കണ്ട, അന്യപുരുഷന്മാരെ കാണണ്ട. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ്, സാമൂഹികപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇന്ന് എല്ലാവരും തൊഴിൽ തേടി പോകുന്ന ആളുകളാണ്. പഴയ കാലത്തെ പോലെ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളും
ഒരു റൂമിൽ അടച്ചിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്? എല്ലാവരും ഇന്ന് ജോലിക്ക് പോകുന്നുണ്ട്. ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് കൊളീഗ്സ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം അന്യപുരുഷന്മാരല്ലേ? അങ്ങനെയാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എല്ലാവർക്കും ജോലിക്ക് പോകാനും അവരവരുടെ കാര്യങ്ങൾ നോക്കാനും സാമൂഹ്യപരമായിട്ട് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും എല്ലാവരും തയ്യാറാകണം. അല്ല, ഈ ഒരു കാന്തപുരത്തിൻ്റെതായ ഒരു സമയത്ത് വലിയ രീതിയിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വാർത്തയായിരുന്നു നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിച്ചതും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വധശിക്ഷ മാറ്റിവെക്കാൻ കാരണം കാന്തപുരത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളത്. ആ ഒരു സമയത്ത് നമ്മളും വീഡിയോ ചെയ്തിരുന്നു, കാന്തപുരത്തെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ പ്രശംസിച്ചുകൊണ്ടൊക്കെ. പക്ഷേ അത്തരത്തിലൊരു പ്രശംസ ഏറ്റുവാങ്ങിയിരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം പുരോഗമനപരമായി, അല്ലെങ്കിൽ അത്രത്തോളം വലിയ രീതിയിൽ ഇന്ത്യ തന്നെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ ലോകമൊട്ടാകെ നോക്കിക്കാണുന്ന ഒരു വിഷയത്തിൽ വലിയൊരു ഇടപെടൽ നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ല, നിമിഷപ്രിയയുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പോ അവിടെയൊക്കെ ആണെങ്കിൽ ഈ ഇൻഡോർ പൊളിറ്റിക്സ്, അതായത് ബാക്കിലൂടെയുള്ള വഴികളുണ്ട്. അപ്പൊ ആ വഴി കൃത്യമായിട്ട് കാന്തപുരം ഉപയോഗിച്ചു. ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന് കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കാന്തപുരത്തിന് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമ്മളന്ന് വീഡിയോ ചെയ്തതും കാന്തപുരം ചെയ്തത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ അതേ വ്യക്തി തന്നെ ഇന്ന് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള, അല്ലെങ്കിൽ മതത്തെ അല്ല, കാന്തപുരം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദ പ്രസ്താവനകളായി വന്ന് ഏറിൽ പോയിട്ടുള്ള ഒരാളാണ് കാന്തപുരം ഉസ്താദ്. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നും വിട്ടുകൊണ്ടല്ലേ അവർ പോകുന്നത്. വീട്ടിൽ നിന്ന് വിടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട്. അവരുടെ നിലപാടിന്റെ പുറത്താണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതാണെങ്കിലും അവർ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണെങ്കിലും അവർ നൃത്തം വെക്കുന്നത്. അത് അവരുടെ നിലപാടാണ്. ആ നിലപാടിനെ അംഗീകരിക്കാനും സ്വാഗതം ചെയ്യാനുമുള്ളൊരു മനസ്സ് രാഷ്ട്രീയക്കാരനായിട്ടുള്ള കാന്തപുരം ഉസ്താദിന് വേണം.